ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും തന്നെ സുഖയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് കുറേ നാളായില്ലേ? അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ എത്തിയിട്ടോ. കൂട്ടുകാരൊന്നും എന്നെ മറന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പം ഇനി നമുക്കൊന്ന് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങിയാലോ? നമ്മുടെ യുദ്ധക്കളം അങ്ങോട്ട് തുടങ്ങാമല്ലേ? അപ്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ അല്ലേ. റെസിപ്പി ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇഡ്ഡലി മാവ് പൊന്തി വന്നേക്കുന്നതാണ് ഈ കാണുന്നതേ. ഇഡ്ഡലി ഇപ്പോൾ ഉണ്ടാക്കാൻ ആർക്കറിയാൻ പാടില്ലാത്തതിൽ, അതുകൊണ്ട് ചുമ്മാ ഇരിക്കട്ടേന്നേ. അപ്പം നമുക്കൊരു ഇഡ്ഡലിന്ന് തന്നെ നമ്മുടെ കഥകൾ അങ്ങോട്ട് ആരംഭിക്കാൻ പാടില്ലേ അല്ലേ. കുറേ നാൾക്ക് ശേഷം വരണനുണ്ടേ. എൻ്റെ കൂട്ടുകാരൊന്നും പിണക്കൊന്നുമില്ലല്ലോ അല്ലേ. അതിനുള്ള വലിയ ആളൊന്നും ഞാനായിട്ടില്ല കേട്ടോ. അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയാം, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യില്ലേ. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളോ അതേപോലെ തന്നെ ഇനി വീഡിയോസിൽ എന്തെങ്കിലും എന്താ പറയുക ബെറ്റർ ആക്കണമെങ്കിലോ ഒക്കെ നിങ്ങളുടെ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പം പുതിയ കൂട്ടുകാരെ എൻ്റെ കൂടെ ഒന്ന് കൂടണേ. അപ്പം ഇഡ്ഡലി മാവ് കുഴിച്ചുമ്പോൾ ഇഡ്ഡലി സെറ്റാക്കി എടുക്കാം. ഇഡ്ഡലിക്ക് തലേ ദിവസത്തെ കറി ഉള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ഇവിടെ ഏത്തക്കായേനെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നമുക്ക് ചെമ്മീനും കായും കറി വെച്ചാലോ. കുറച്ച് പച്ചച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അത് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞളും ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത്. അപ്പോൾ ഇന്നൊരു എന്താ പറയുക ചെമ്മീനും കായും കറി വയ്ക്കാം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതല്ലേ. എൻ്റെ കൂടെ അങ്ങോട്ട് കൂടിയേക്ക് ആർക്കെങ്കിലും ഇനി അറിയാൻ പാടാത്തതുണ്ടെങ്കിലോ. അപ്പോൾ ഏത്തക്കായുടെ തൊലികളൊക്കെ കഴിഞ്ഞ് നീളത്തിലൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളകൊക്കെ ഇട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടിയുടെ ഒക്കെ അളവൊക്കെ ഇട്ട് കുറയ്ക്കാന്നേ. അപ്പോൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് ഇമ്പക്ക് ഈ ചേട്ടനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ചെമ്മീൻ ആദ്യമേ ഞാൻ എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കുടംപുളിയും ഇടാൻ മറക്കണ്ട കേട്ടോ. ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ ഞാൻ വേണ്ടി പറയാം, കുടംപുളിയുടെ പുളി നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. എൻ്റെ കറിക്ക് ഇച്ചിരി പുളി കൂടി. ഇനിയും കൂടിയാൽ തന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആ പുളി ഒന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റിയാലും മതി കേട്ടോ. ഇനി തേങ്ങ ചിരണ്ടാനായിട്ട് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന എളുപ്പവഴിയാണ് ഇങ്ങനെ. നമ്മുടെ മിക്സിക്കൂട്ടനെ ഞാൻ അങ്ങോട്ട് എടുക്കും, അവനിലേക്ക് അങ്ങനെ കൊത്തി എറിഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കും. അപ്പം നമുക്ക് ചിരണ്ടല്ലോ. അപ്പോൾ അവനൊക്കെ സെറ്റപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കുമ്പോൾക്ക് അച്ചിങ്ങയും കൂടി ഒന്ന് ഒലത്തെടുക്കാം. ഇവനെ മറന്നുപോയല്ലോ. ഇവൻ തിളച്ചു തുടങ്ങി. കണ്ടാ ഞാൻ ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിലേക്ക് ഇട്ടുണ്ട്. ഇനി അവനൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്തേക്കുന്നത് എന്തിനാണെന്നറിയാലോ, നമ്മുടെ അച്ചിങ്ങക്കൂട്ടനെ ഒന്ന് ഉലത്തിയെടുക്കാൻ. അപ്പം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വേപ്പിലയും ഒക്കെ ഇട്ട് അവനതയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലും ഒരബദ്ധം പറ്റി. ഇത് സിമ്മിലിട്ടുണ്ട് ഒരു ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ ഫോൺ വിളിക്കാൻ അങ്ങോട്ട് പോയതാ. എൻ്റെ കൂട്ടുകാരെ, ഫോൺ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് കിട്ടോ. ഞാൻ വന്നപ്പോഴേക്കും ഈ ഇച്ചിരി ഒന്ന് കരിഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടിയുടെ അളവ് ഇത്തിരി ഞാൻ കുറയ്ക്കേണ്ടെന്ന്. അതുകൊണ്ട് പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂ. ആ കരിഞ്ഞത് നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വേഗം അച്ചിങ്ങിട്ട് കേട്ടോ. പിന്നെ മറന്നും പോയി അതൊന്നും എടുക്കാനായിട്ട്. അപ്പം ഇവനും ഇവിടെ തിളച്ച് വന്നു. അപ്പം നമുക്ക് ആ തേങ്ങ അരച്ചതും കൂട്ടി അങ്ങോട്ട് ഇടാം. ആവശ്യത്തിന് ഇത്തിരി വെള്ളം കൂടി ആവാട്ടോ. അപ്പം അവൻ അവിടെ കിടന്ന് തിളയ്ക്കണ്ട. കണ്ടില്ലേ തിള. ഇനി നമുക്കങ്ങോട്ട് എന്താ പറയുക കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ടങ്ങോട്ട് നമുക്ക് എന്താ പറയുന്നേ, എനിക്ക് കിട്ടുന്നില്ല. നമ്മുടെ കറി ശരിയായിട്ടുണ്ട്.